ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ, അത് എന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ധന്യനായ പൗലോസ് തൻ്റെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുമ്പോൾ പൗലോസ് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്, അതെന്നെ വിട്ട് നീങ്ങണം. അതിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ആ വാക്ക് നോക്കി, എനിക്ക് തന്നിരിക്കുന്നു. ജഡത്തിൽ ഒരു ശൂലം എനിക്ക് ദൈവം അനുവദിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? എനിക്ക് നിഗളം വരാതിരിക്കാൻ, നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. അപ്പോൾ പൗലോസ് പറയുന്നു, എനിക്ക് നിഗളം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിഗളം വരാതിരിക്കാൻ കർത്താവ് തന്നെ ഒരു ശൂലം തന്നിരിക്കുകയാണ്. എന്നാൽ ഈ പൗലോസ് ഇത് നീങ്ങിപ്പോകേണ്ടതിന് 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു. 3-ാം വട്ടം പ്രാർത്ഥിച്ചപ്പോൾ ആ ശൂലം നീങ്ങിപ്പോയെന്നല്ല, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയെന്നല്ല. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ശൂലമൊക്കെ അവിടെ ഇരുന്നോട്ടെ പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എൻ്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ഇതുപോലെ ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ട്. നമ്മളെ വിട്ടുമാറാത്ത, പ്രാർത്ഥിച്ചിട്ട് നീങ്ങിപ്പോകാത്ത. അപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം എന്നെ കാണുന്നില്ല, ദൈവം എന്നെ കേൾക്കുന്നില്ല. അല്ല പ്രിയരെ, ചിലത് ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നതാണ്. എന്തിനെന്നറിയാവോ? ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന്, ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആ സംഭവം നമ്മളെ വിട്ട് കടന്നു പോകും, ആ പ്രതികൂലങ്ങൾ വിട്ട് കടന്നു പോകും. എത്രയോ വലിയ വലിയ വിഷയങ്ങൾ നമ്മളെ വിട്ട് കടന്നുപോയി. ഇന്നും നമ്മൾ നിലനിൽക്കുന്നില്ലേ? കൊരിന്ത്യ സഭയോട് പൗലോസ് എന്തിനത് എഴുതി? തൻ്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം ശൂലം നീക്കിയെന്നല്ല പറഞ്ഞത്, ദൈവം അവിടെ കൃപ കൊടുത്തു. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ജീവിതത്തിനകത്ത് ദൈവം അനുവദിച്ചിരിക്കുന്നത് മുറുകെ പിടിച്ച് കൃപയെന്നെണ്ണി ആത്മാവിൽ സഞ്ചരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.